ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു മധുര ട്രിപ്പിൻ്റെ വ്ളോഗാണ് എടുത്തിട്ടുള്ളത്. വലിയ കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും എൻ്റെ ഫോണിൽ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇതെന്തായാലും എടുത്തതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇത് ഫാമിലി ഫുള്ളുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെയുള്ള ഒരു കടയിൽ നമ്മൾ നിർത്തി കഴിക്കുവാണ്. ഇത്ര വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ അത് നിർത്താനുള്ള സ്ഥലമൊക്കെ നമ്മൾ പാർക്കിംഗ് സ്പോട്ടൊക്കെ നോക്കിയിട്ട് വേണമായിരുന്നു ചെയ്യാൻ. അങ്ങനെ പിന്നെയും നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നൈസായിട്ടുള്ള കുറച്ച് വ്യൂസൊക്കെ കണ്ടു. അപ്പം നമ്മൾ തേനി കമ്പം വഴിയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സോ ആ വഴി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന യൂഷ്വലി ഉള്ള നല്ല ഒരു മലകളും പുഴകളും പിന്നെ കുറേ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ ഫാമിലിയിൽ വേറെ ആൾക്കാർ വ്ളോഗ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെയും ഫോണും എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇത് നമ്മൾ വഴി കൂടെയൊക്കെ പോകുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒക്കെ എണീറ്റിരുന്നതുകൊണ്ട് ഞാൻ അവരെയൊക്കെ ഒന്ന് കാണിച്ചാണ്. അറ്റത്തിരുന്ന് കൈ കാണിക്കുന്നതാണ് എൻ്റെ അമ്മയച്ചൻ, പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന എൻ്റെ അമ്മ മയമ്മ, പിന്നെ അത് കൂടാതെ ഇതൊക്കെ എൻ്റെ അനിയന്മാരാണ്, കിച്ചുവിൻ്റെ കസിൻസാണ് ഇവരൊക്കെ. പിന്നെ ആ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് കിച്ചു, ജയകൃഷ്ണൻ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ഇതെൻ്റെ അമ്മ ഉണ്ടാക്കി ഉണ്ണിയപ്പാണ്, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും നമ്മുടെ തമിഴ്നാട് ഓൾറെഡി ആയായിരുന്നു. നമ്മൾ ഒരു ഇളനീരൊക്കെ കുടിച്ച് കാറ്റൊക്കെ കൊണ്ട് അതൊക്കെ അങ്ങനെ പോവുകയാണ്. നമ്മുടെ തമിഴ്നാട് തെറ്റിക്കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഭയങ്കര നല്ല ആ ഒരു അന്തരീക്ഷവും പിന്നെ ഫുൾ സൈഡ് നമുക്ക് ഇങ്ങനെ ക്രോപ്സ് കൾട്ടിവേഷനൊക്കെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഫുൾ കൃഷിയായിരുന്നു അവിടെ എല്ലാ സൈഡിലും നോക്കിയിട്ടുണ്ടെങ്കിലും. കുറേ നേരത്തേക്ക് ഇത് തന്നെയായിരുന്നു നമ്മുടെ കാഴ്ച. കുറേ നല്ല രീതിയിലുള്ള തേനിയൊക്കെ അടുത്തെത്തിയാറായപ്പോൾ അവിടെ കുറേ മുന്തിരിത്തോട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ പക്ഷെ ഇറങ്ങിയില്ല, പക്ഷെ തിരിച്ചു വരാൻ നേരത്ത് നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഓണത്തിനാണ് നമ്മൾ ഈ ട്രിപ്പ് പോയത്. അപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിക്കുക നല്ല രീതിയിൽ പഴക്കമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ഓണമൊന്നുമില്ല, എൻ്റെ അച്ഛൻ മരിച്ചു. അപ്പോൾ അതുകൊണ്ടിട്ട് വളരെ ഒരു സങ്കടമുള്ള ഒരു സമയമായിരുന്നു അച്ഛനില്ലാത്ത എൻ്റെ ആദ്യത്തെ ഓണം. അതുകൂടാതെ തന്നെ വളരെ വിഷമിച്ച ഒരു മാനസികാവസ്ഥയൊക്കെ ആയിരുന്നു. കാര്യം എല്ലാവരും ഉണ്ട്, പക്ഷെ അച്ഛനില്ല. അച്ഛൻ ഭയങ്കര ഒരു പാർട്ടി മേക്കറായിരുന്നു. സംസാരത്തിലും പിന്നെ പാട്ട് പാടാനൊക്കെ ആയിട്ടാണെങ്കിലും ഫുൾ അച്ഛൻ ഭയങ്കര ജോളിയായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അമ്മേനെ ഒന്ന് ഹാപ്പി ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അത് അമ്പലത്തിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വന്നത് തന്നെ. അമ്മയ്ക്ക് അമ്പലം കാര്യങ്ങളൊക്കെ കാണാനും ഇപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ പോകാനൊക്കെ ആയിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഭയങ്കര ഒരു ഭക്തിയൊന്നും അല്ലെങ്കിലും എനിക്ക് അവിടുത്തെ കൊത്തുപണികളും തമിഴ്നാട്ടിലെ കൾച്ചറും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് കാണാൻ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ പോകാമെന്നൊക്കെ കരുതി വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാനൊക്കെ ചെയ്തു, പിന്നെ എല്ലാം ബുക്ക് ചെയ്തു. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു 10-18 പേരൊക്കെ ഉണ്ടാകുന്ന ഒരു ജോയിൻറ്റ് സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ തമിഴ്നാട്ടിൽ കണ്ണമ്മ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തി. അവിടെ നമ്മൾ ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. എല്ലാവരും പറഞ്ഞു വെജ് കഴിക്കണമെന്ന്. അങ്ങനെ പിന്നെ അവിടുത്തെ ഒരു താലി മീൽസാണിത്. വലിയ സുഖമൊന്നും ഉണ്ടായില്ല, കുറച്ച് കൂടുതൽ ഉരുളക്കിഴങ്ങിൻ്റെ അംശങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. ഞാൻ അതുകൊണ്ടൊരു വെജ് ബിരിയാണി പിടിച്ചു. അത് നല്ലതായിരുന്നു അത്യാവശ്യം കൂട്ടത്തിൽ. ഇത് ഞാൻ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് കണ്ടാൽ തന്നെ അറിയാൻ വലിയ സുഖമൊന്നും ഇല്ലാത്ത ഉരുളക്കിഴങ്ങ് കറിയാണ്. എന്നിട്ടും കുഞ്ഞമ്മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അതിന് നമ്മൾ ഫൈനലി നമ്മൾ മധുര എത്തി. മധുര സിറ്റിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലം. അപ്പം നമുക്ക് നമ്മുടെ വണ്ടി അവിടെ ഫ്രണ്ടിൽ പോകാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. ചെറിയ വഴികളായതുകൊണ്ട് തന്നെ നമ്മുടെ ഹോട്ടല് അമ്പലത്തിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്കിങ്ങനെ കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു. ആൻഡ് ഭയങ്കര ക്ലീനൊന്നും അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കുറച്ചൊരു 5 മിനിറ്റ് വരെ നടക്കാനില്ല, എന്നാലും നമ്മളത് നടന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു ഹോട്ടലെത്തി. ഹോട്ടലിൽ കയറി നമ്മുടെ റൂമിലൊക്കെ ചെക്ക് ഇൻ ആയി. ഇനിത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി തൊഴുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, മധുര അമ്പലത്തിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തും കാലത്തൊക്കെ ചെന്നോളൂ. പിന്നെ അത് മാത്രമല്ല, ക്യൂ നിന്ന് തൊഴാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം കയറി നിന്നാൽ മതി. നല്ല ക്യൂ ആയിരുന്നു ആൻഡ് നല്ല തിരക്കുമായിരുന്നു. അതോടെ ഞാൻ ഈ ക്യൂവിനുള്ള പരിപാടി വെറുത്തു തുടങ്ങി. ഭയങ്കര കാര്യമായിട്ട് എല്ലാം നിരീക്ഷിക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ കയറി ചെന്നപ്പോൾ തന്നെ ഫോണൊക്കെ വാങ്ങി ഒരു പൂട്ടി അകത്ത് വെച്ചു. പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. ഇത് നമ്മൾ തിരിച്ചു പോകുന്ന രംഗമാണ്. രാത്രി 10:30-11 മണി എന്തോ. ഇത്ര ഉള്ള എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ, എല്ലാവരും ടേക്ക് കെയർ.